ഇറ്റ് ഈസ് 800 to 900 മെഗാഹെർട്സ്. അൾട്രാ ഹൈ ഫ്രീക്വൻസിയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പം ഞാൻ കേൾക്കുന്ന ആ വോയിസ് മറ്റൊരാൾ കേൾക്കാതിരുന്നാൽ അതൊരു ഇല്യൂഷനാണ്. പക്ഷേ ഞാൻ കേൾക്കുന്ന അതേ സാധനം വേറൊരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റിയാലിറ്റി. അവിടെ വെച്ചാണ് എനിക്കും അത് കുറച്ച് കൂടുതൽ ഇതിനെപ്പറ്റി ഇതിലെന്തോ ഒരു സസ്പീഷ്യസ് ഉണ്ട് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നത്. കേരളത്തിലെ ഏത് സയൻറ്റിസ്റ്റോ ഇസ്രോയിലെയോ ISROയിലെയോ ഈവൻ നാസയിലെ സയൻറ്റിസ്റ്റ് വന്നാലും നമുക്കിത് പ്രൂവ് ചെയ്ത് കൊടുക്കാം. ഇന്നോ എപ്പോൾ വേണമെങ്കിലും ഏത് പാതിരാത്രി വേണമെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് ഈ എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ത്യക്കകത്ത് നമുക്ക് പറയുന്നത് കാരണം ഈ ടെറസിലായിട്ട് ചില സ്ഥലങ്ങളിൽ കാട്ടിനകത്ത് 2 മലകളുടെ ഇടയ്ക്ക് ഒരുപാട് മരങ്ങളുള്ളത്തേക്ക് ഫ്രീക്വൻസി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഈ കോട്ടൂരുണ്ട്, അതൊക്കെ കാടാണ്. ആ സ്ഥലത്ത് പോയി നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴും ഈ പറഞ്ഞ ഫ്രീക്വൻസി അവിടെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കാണിക്കുന്നുണ്ട്. നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മറുനാടൻ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ കേരളത്തിലോ എന്ന ഒരു ചോദ്യത്തോട് കൂടിയിട്ട് ഒരു വാർത്ത പുറത്തുവിട്ടത്. റീന എന്ന ഓസ്ട്രേലിയയിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു യുവതിക്കുണ്ടായ ചില അനുഭവങ്ങളും അവർ നേരിടുന്ന കുറച്ച് പ്രയാസങ്ങളുമൊക്കെയായിരുന്നു ആ വാർത്തയിലുണ്ടായിരുന്നത്. അതിനുശേഷം വലിയ പ്രതികരണമാണ് ഉണ്ടായത്. മറുനാടൻ്റെ ഓഫീസിലേക്കും എന്നെയും ഒക്കെ പേഴ്സണലായിട്ടൊക്കെ വിളിച്ച് ഈ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് 400-ലധികം ആളുകളാണ് എന്നെ മാത്രം വിളിച്ചത്. മറുനാടൻ്റെ ഇമെയിൽ ID-യിലേക്കും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മെയിലുകൾ വരുന്നുണ്ട്, ഓഫീസിലേക്ക് കോളുകൾ വരുന്നുണ്ട്. അതിനിടയിലാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ടൈറ്റസ് ബാബു കോശി എന്ന ഒരാൾ എന്നെ ബന്ധപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തലയ്ക്കുള്ളിൽ ഒരു മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കുന്നു, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ടൈറ്റസ് ബാബു കോശി മറുനാടിനൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഇന്ന് എത്തിയിട്ടുണ്ട്. ടൈറ്റസ്, താങ്കൾ പറയുന്നത് താങ്കളുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ താങ്കളുടെ തലയിൽ ഒരു മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് താങ്കൾക്ക് അങ്ങനെ മനസ്സിലായത് താങ്കളുടെ തലയിൽ ഇങ്ങനെ ഒരു മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന്? മനസ്സിലായത് എന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായി. ഗ്യാങ് സ്റ്റാക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചു തുടങ്ങിയ എത്ര നാൾ മുമ്പാണ് താങ്കളെ ഇങ്ങനെ ഗ്യാങ് സ്റ്റോക്കിംഗ് നടത്തുന്നുണ്ടെന്ന് മനസ്സിലായത്? ഇനിഷ്യലി അത് 2008-ലായിരുന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു വിക്റ്റിമായുണ്ടേ നമുക്കറിയത്തില്ലായിരുന്നു എന്താ സംഭവിക്കുന്നത്, നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നിഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ അതിൻ്റെ ഒന്നും പുറഞ്ഞു പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കണേ. തോന്നിയത് എങ്ങനെയാണ് തോന്നലുണ്ടായത് ഇതുപോലെ ഗ്യാങ് സ്റ്റോക്കിങ്ങും ടോർച്ചറിങ്ങും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. ടോർച്ചറിങ് അനുഭവിക്കേണ്ടി വന്നത് നമ്മൾ ഉറങ്ങുന്ന ഉടനെ വലിയ ശബ്ദങ്ങളുണ്ടാക്കി നമ്മളെ ഉണർത്തുക. അതിൻ്റെ എല്ലാ എവിഡൻസ് കളക്ട് ചെയ്ത് നമ്മളിപ്പം ബന്ധപ്പെട്ട അതോറിറ്റീസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കേൾക്കുന്ന ആ വോയിസ് മറ്റൊരാൾ കേൾക്കാതിരുന്നാൽ അതൊരു ഇല്യൂഷനാണ്. പക്ഷേ ഞാൻ കേൾക്കുന്ന അതേ സാധനം വേറൊരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റിയാലിറ്റി. അപ്പം അതിനുവേണ്ടിയാണ് അതിൻ്റെ എല്ലാ എവിഡൻസും കളക്ട് ചെയ്ത് ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഈവൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് വരെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സംശയം, താങ്കൾക്ക് ഇങ്ങനെ ആരോ താങ്കളെ ട്രാക്ക് ചെയ്യുന്നതെന്ന് തോന്നി, താങ്കളെ ആരൊക്കെയോ പിന്തുടരുന്നുണ്ടോ എന്നൊക്കെ തോന്നിയെന്ന് പറയുന്നുണ്ട്. ഈ പിന്തുടർന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ലെന്ന്, അതിന് മുമ്പ് ഞാൻ അവരെ കണ്ടിട്ടില്ല. ദേ ആർ അബ്സല്യൂട്ട്ലി സ്ട്രേഞ്ചേഴ്സ് ഫോർ മീ. പിന്നെ ഗ്യാങ് സ്റ്റോക്കിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടപ്പോഴാണ് ഇതൊരു ആരൊക്കെയോ ചെയ്യുന്നതാണെന്നുള്ള ഒരു കാര്യം പിന്നീട് മനസ്സിലാക്കാൻ പറ്റിയത്. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം പിന്നെ മനസ്സിലാക്കിയത് നെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ വായിച്ചപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. ഇപ്പം ന്യൂറാലിങ്ക് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഫേം തന്നെ, ഇലോൺ മസ്ക് റൺ ചെയ്യുന്ന ഫേം 2022-ലാണ് അവർക്ക് US ഫെഡ് ഗവൺമെൻറ് അംഗീകാരം കൊടുത്തത് ഇതുപോലെ ചിപ്സ് ന്യൂറാലിങ്കിൻ്റെ പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു കമ്പനിക്കും ഒരു ഗവൺമെൻറ് ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യം ചെയ്യാൻ അംഗീകാരം കൊടുക്കത്തില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ ജേർണലിസ്റ്റിനകത്ത് തന്നെ പറയുന്നുണ്ട് 10 to 20 years ബാക്ക് തന്നെ ഈ ഹ്യൂമൻ ട്രയൽസ് അവർ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ എല്ലാം കേസ് സ്റ്റഡീസ് പഠിച്ച് റിസൾട്ടിനകത്ത് അവർക്ക് കോൺഫിഡൻസ് വന്നതുകൊണ്ടാണ് അവർ ആ കമ്പനിക്ക് ട്രയൽ ചെയ്യാൻ കൊടുത്തത്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നേക്കുന്ന ഇലോൺ മസ്കിൻ്റെ ന്യൂസ് തന്നെ ഇനി ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ന്യൂറാലിങ്ക് ചിപ്സ് വഴി ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. അതിൻ്റെ എല്ലാം താങ്കളുടെ തലയിൽ ഈ ചിപ്പ് ഉണ്ട് എന്ന് താങ്കൾക്ക് മനസ്സിലായത് എങ്ങനെയാണ്? എന്ത് ടെസ്റ്റ് നടത്തിയത്? എൻ്റെ തലയുടെ ഭാഗത്ത് ചെറുതായിട്ടൊരു മരവിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയിരിക്കും ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തതെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. പിന്നെ ഞങ്ങൾ അഗസ്ത്യാർകൂടം വനത്തിനകത്ത് നിരവധി പ്രാവശ്യം പോയി. ഇപ്പം ഞാൻ റെഫർ ചെയ്ത അനിൽ എന്ന് പറഞ്ഞ അനിൽകുമാർ എന്ന് വാസ് റണ്ണിങ് എ കമ്പനി ഇൻ ട്രിവാൻഡ്രം കഴക്കൂട്ടം. ഹീസ് ഹാവിങ് വാസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സിഗ്നൽസ് ആൻഡ് ഈസ് റണ്ണിങ് ആൻ ഓട്ടോമേഷൻ കമ്പനി. അപ്പം പുള്ളിയുടെ തിരക്കുകൾ പുള്ളിയോട് കാര്യം ആവശ്യപ്പെട്ടാണ് പുള്ളിയുടെ തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് നിരവധി തവണ
കഴക്കൂട്ടം തൂന്ന് അഗസ്ത്യാർകൂടം വനത്തിനകത്ത് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിവൈസ് വെച്ച് ചെക്ക് ചെയ്തു. പല ലൊക്കേഷനിൽ പോയി ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം നമ്മൾ ആ ഡിവൈസിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, അതിനകത്ത് റീഡിങ് കാണിക്കും, നമ്മൾ അതിനകത്ത് നിന്ന് മാറി പോകുന്നുണ്ട്, അതിനകത്ത് നൾ റീഡിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് ഈ ഫ്രീക്വൻസി എമിറ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇറ്റ് ഈസ് 800 to 900 MHz അൾട്രാ ഹൈ ഫ്രീക്വൻസിയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൂടി വെക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ഏത് സയൻറ്റിസ്റ്റോ, ഇസ്രോയിലെയോ ISROയിലെയോ ഈവൻ നാസയിലെ സയൻറ്റിസ്റ്റ് വന്നാലും നമുക്കിത് പ്രൂവ് ചെയ്ത് കൊടുക്കാം. ഇന്നോ എപ്പോൾ വേണമെങ്കിലും, ഏത് പാതിരാത്രി വേണമെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് ഈ എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം വി ആർ നോട്ട് ബ്ലഫിങ് എനി ഓഫ് അവർ വ്യൂവേഴ്സ്. അപ്പോൾ ഈ നിമിഷം വന്നാലും ഈ ചിപ്പ് തലയിൽ ഇരിക്കുന്നോളം കാലം നമുക്കത് ഇംപ്ലാന്റ് ഉള്ളിടത്തോളം കാലം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് പ്രൂവ് ചെയ്യാൻ കൊടുക്കും. ടൈറ്റസ് പറഞ്ഞ പോലെ അനിൽ അദ്ദേഹം നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മൈക്രോ ചിപ്പ് ഇദ്ദേഹത്തിൻ്റെ തലയിലുണ്ട് എന്ന് താങ്കൾ കണ്ടെത്തിയത്? ഇതിൽ ആദ്യം ഇയാളിത് പറയുമ്പോഴും ഞാനും ഒരു കോമൺ മാനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇത് ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഇല്യൂഷനാണോ എന്നാണ് ഫസ്റ്റ് നമ്മൾ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒരു കാഷ്വലായിട്ട് പോയി ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അനോണിമസായിട്ട് വേറെ സിഗ്നൽസ് ഉണ്ട് എന്ന് ഇയാളൊരു ഇൻഡ്യൂഷനോടെ പറയുകയാണ്. അപ്പം ഞാൻ ആ ക്യൂരിയോസിറ്റി, എനിക്കെന്നാണ് ആ കേസ് ക്ലോസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ ഇതിൻ്റെ ഒരു RF സിഗ്നൽ ഫ്രീക്വൻസി ഉള്ള ഡിവൈസസ് രണ്ടും പറഞ്ഞാൽ എനിക്ക് എയർ ഫൈബറിൻ്റെ സിഗ്നൽസ് ടെസ്റ്റിംഗ് ചെയ്യുന്ന നമ്മുടെ ഡിവൈസസ് ഉണ്ട്. ആ സിഗ്നൽസ് കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം ആദ്യം ഇയാൾ പറയുന്നില്ല എന്താണ്. അപ്പോൾ 1-2 ഫ്രീക്വൻസികൾ ഇങ്ങനെ സ്ഥിരമായിട്ട് അതിൻ്റെ ഒരു ഫ്രീക്വൻസി കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇയാൾ പറഞ്ഞ് ഞാൻ താഴെ പോയിട്ട് വരാം എന്ന് എൻ്റെ അടുത്ത് പറയുന്നില്ല. ഇപ്പോൾ താഴെ പോയിട്ട് വന്നപ്പോൾ ഈ 2 ഫ്രീക്വൻസികൾ അപ്പോഴവിടെ ഇല്ല. അവിടെ നിന്നാണ് എനിക്കിതിലൊരു എന്തോ ഒരു ഇത് സംഭവമുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും ഇതിൻ്റെ ഞാൻ എന്ത് അടിസ്ഥാനത്തിന് ഞാൻ പറയും. കാര്യം നമുക്കൊരു ഇദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു ഇംപ്ലാന്റ് ഉണ്ടെങ്കിൽ അതെനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കൃത്യമായിട്ടൊരു സംഭവം ഉണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോലും പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു 2 സെക്കൻഡ് ഒരു വിസിറ്റും കൂടെ വയ്ക്കുക എന്നല്ല. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ ഞാനും ഒന്ന് സ്റ്റഡി നോക്കിയപ്പോൾ ഈ ഫ്രീക്വൻസി ഇല്ലാത്ത സ്ഥലങ്ങൾ വളർന്നതിൻ്റെ ഏറ്റവും ഫ്രീക്വൻസി ഒട്ടും വരാത്ത സ്ഥലങ്ങൾ ഇന്ത്യക്കകത്ത് നമുക്ക് പറയുന്നത്. കാരണം ഈ ടെറസിലായിട്ട് ചില സ്ഥലങ്ങളിൽ കാട്ടിനകത്ത് 2 മലകളുടെ ഇടയ്ക്ക് ഒരുപാട് മരങ്ങളുള്ളതൊക്കെ ഫ്രീക്വൻസി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഈ കോട്ടൂരുണ്ട്. അതൊക്കെ കാടാണ്. ഇപ്പോൾ അവിടെ ഫ്രീക്വൻസികൾ ഇപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം കുറേ നമ്മൾ ഡിവൈസസ് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം. അപ്പോൾ അന്ന് അവിടെ ഇതില്ല. ആ സ്ഥലത്ത് പോയി നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴും ഈ പറഞ്ഞ ഫ്രീക്വൻസി അവിടെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ഫ്രീക്വൻസി അത് റേഡിയോ ഉണ്ട്, പല രീതിയിലുണ്ട്. റേഡിയോ ഫ്രീക്വൻസീസാണ്. ലോ ഫ്രീക്വൻസിയിൽ നമ്മുടെ 800 ആ ഒരു 800 ആ റേഡിയോയിൽ വരുന്ന നമ്മളെ FM സിഗ്നൽസിനും അല്ലെങ്കിൽ നമ്മൾ റേഡിയോ സിഗ്നൽസും വരുന്ന ആ ഒരു തരത്തിലുള്ള സിഗ്നൽസ് അവിടെയും നമ്മൾ കണ്ടു. അപ്പം ഞാൻ വെച്ചാൽ അന്നത്തോടെ ഈ കേസ് അവിടെ ക്ലോസ് ചെയ്യുന്നപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഒരു ഏരിയയിലോട്ട് ഞങ്ങൾ പോയി. എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ വേറെ ഒരു തരത്തിലും ഇൻ്റർഫറൻസ് ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇതൊക്കെ ഞങ്ങൾ വിത്ത് പെർമിഷൻ എടുത്തിട്ടാണ് പോകുന്ന. കാര്യം പെർമിഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകാണ്ട് പെർമിഷൻ എനിക്കുണ്ട്. ആ പെർമിഷനിലാണ് ഇദ്ദേഹത്തോടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത്. അവിടെ വേറെ ഒരു തരത്തിലും നമുക്കവിടെ പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ കോമൺ ആയിട്ട് പോകണമെങ്കിൽ എന്ത് പർപ്പസിനാണ് പോകുന്നത് എന്നുള്ളത്. ഇത് നമുക്കിങ്ങനെ പോകാനുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തിനോട് വീണ്ടും ഇദ്ദേഹം നിർബന്ധിച്ചപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഞങ്ങളൊരു ഇതുപോലെ എക്സ്പെരിമെൻ്റലായിട്ടുള്ള ഡിവൈസസ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അത് ഈ RF ചേമ്പേഴ്സ് ഉണ്ടാക്കുന്ന ഒരു അടുത്ത് പോയി. അപ്പോൾ അവിടും ഞങ്ങൾ യൂസ് ചെയ്യുന്ന അതേ ഡിവൈസസ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞാൽ ഇതിപ്പോൾ അങ്ങനെയല്ല, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേമ്പറിനകത്ത് കയറ്റുമ്പോൾ ആദ്യം അവർ കാണിക്കുന്നുണ്ട് വീഡിയോ. നമ്മൾ അതിൻ്റെ ക്യാമറ റെക്കോർഡ് ചെയ്ത് വെച്ച് അതിനകത്ത് കാണിക്കുന്ന ഫ്രീക്വൻസീസ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്തപ്പോൾ അത് അതിനകത്തൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിനകത്ത് നിർത്തിയപ്പോൾ അവിടെ ഈ ഡിവൈസ് വീണ്ടും നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് ടെസ്റ്റ് ചെയ്യുന്നു ആ ഫ്രീക്വൻസി വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അവിടെ കാണുന്നു. അവസാനം അവർ തന്നെ എണ്ണക്കാർ അവർ ആ ചേമ്പർ പോലും ഈ സിഗ്നൽസ് ഇത് ചെയ്യുന്നില്ല എന്നൊരു കൺഫ്യൂഷൻ വന്നു. കാര്യം അയാളവർ വിശ്വസിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന്. നമ്മളത് പറയാതെ പോകുന്നത്. ടൈറ്റസിൻ്റെ തലയിലെടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമാണത്. എന്നാൽ മറ്റാരെങ്കിലും ചെക്ക് ചെയ്യുമ്പോൾ അത് വരുന്നില്ല. കാര്യം അവർ ഓൾറെഡി ഇതിനകത്ത് കയറി നോക്കുന്ന സാധനങ്ങളാണ്. നോർമലി ഞാൻ ഉൾപ്പെടെ അകത്ത് പോയതാണ്.
അവസാനം ഇതിൽ നിന്ന് അവരുടെ ഡിവൈസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അതിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തത്. അവിടെ വെച്ചാണ് എനിക്കും അത് കൂടുതൽ ഇതിനെപ്പറ്റി ഇതിലെന്തോ ഒരു സസ്പീഷ്യസ് ഉണ്ട് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നത് ആണ്. അപ്പോൾ ഇത് പറഞ്ഞില്ല, ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇസ്രോയോ അങ്ങനെയുള്ളവരുടെ അവരുണ്ടാക്കുന്ന ചേമ്പേഴ്സുണ്ട്, ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് സിഗ്നലൊന്നും പോവാത്ത അതുപോലത്തെ അല്ലെങ്കിൽ അകത്തുള്ള സയൻറ്റിസ്റ്റും കൂടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇദ്ദേഹം പ്രസിഡൻറ്റിന് ഇത് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഒഫീഷ്യൽസോ ഇത് ഇടപെട്ട് അതിനൊരു സൊല്യൂഷൻ ഇദ്ദേഹത്തിന് അതില്ല എന്നോ അവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയും, ഇത് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. അപ്പോൾ ഈ സിഗ്നൽസ് വരുന്നില്ല എങ്കിൽ അതവിടെ സംഭവം ഇതാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കൂടെ ഇതിൻ്റെ കൂടെ കണ്ടെത്തി കൊടുക്കണം. കാര്യം ഇദ്ദേഹത്തിനൊരു ലൈഫുണ്ട്, ഇതിൻ്റെ പുറകിൽ ഞാനും ഇപ്പം നമ്മൾ നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് ഒരു സമൂഹത്തിനോട് നമുക്കും ഉള്ള ഒരു കമ്മിറ്റഡ് ആയിപ്പോയി. കാര്യം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും എപ്പോഴും ഒരു നെഗറ്റീവ് ഇതുണ്ടാകും. അതുകൊണ്ട് അതൊരു സൊല്യൂഷൻ അതിന് കണ്ടെത്തി കൊടുക്കണം. ശാസ്ത്രീയമായിട്ട് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് ടൈറ്റസിൻ്റെ തലച്ചോറിനുള്ളിൽ നിന്നും ഇത്തരത്തിലുള്ള സിഗ്നലുകൾ വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇത് കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ കാര്യങ്ങളാണ്. കാരണം ആ രീതിയിൽ ഒരു ചേമ്പർ, അതായത് ഒരു തരത്തിലുള്ള റേഡിയോ ഫ്രീക്വൻസികളും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻസോ ഒന്നുമില്ലാത്ത ഒരു ചേമ്പറിനുള്ളിൽ കയറ്റിയിട്ടും അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയാണ്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ തലച്ചോറിനുള്ളിൽ നിന്നും ഇത്തരത്തിലുള്ള ഫ്രീക്വൻസികൾ വരുന്നുണ്ട് എന്നാണ് അനിൽ പറഞ്ഞിരിക്കുന്നത്. ടൈറ്റസ്, അപ്പം ഇത്രയൊക്കെ നിങ്ങൾ തെളിവുകളൊക്കെ ശേഖരിച്ചു, പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത്? പിന്നെ ഞാൻ ഹൈ ഒഫീഷ്യൽസിനെല്ലാം നേരിട്ട് പോയി ബന്ധപ്പെട്ട് സംസാരിച്ചു. അപ്പം ഇന്ത്യയിൽ ഈ ടെക്നോളജി എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും സീഡാക്ക് അങ്ങനെയുള്ള വലിയ റിസർച്ച് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോലും തലയുടെ പുറഭാഗത്ത് ഇലക്ട്രോഡ്സ് വെച്ച് അങ്ങനെയാണ് അവർ ബ്രെയിൻ സ്റ്റഡി നടത്തുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് റെയിൽവേ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ടേ ഈ ട്രെയിൻ കണ്ടുകൊണ്ട ഇന്ത്യക്കാരെല്ലാം പേടിച്ചോടി, ഞങ്ങളെ പിടിച്ചു തിന്നാൻ എന്തോ ഭൂതം വരുന്നെന്ന് പറഞ്ഞുകൊണ്ട്. ഈ സെയിം അവസ്ഥയാണ് ഞാനിപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഹൈ ഒഫീഷ്യൽസിനൊക്കെ പറയുന്നുണ്ടേ അവരൊരു യക്ഷിക്കഥ കേട്ട ഒരു ലോകത്താണ് ജീവിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ചിപ്പ് മാനുഫാക്ചറിംഗ് ഒന്നും ഇന്ത്യയിൽ ചെയ്യുന്നില്ല. ഈ അഡ്വാൻസ്ഡ് ചിപ്പെല്ലാം ഇന്ത്യ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ മിലിറ്ററി ആപ്ലിക്കേഷനും ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ചിപ്സ് അല്ല. ഈ ചിപ്സ് ഇതിൻ്റെ കേപ്പബിലിറ്റി എങ്ങനെയാണെന്നോ ഇത് എത്രത്തോളം എവരി ഡിവൈസ് ഹാസ് പ്രോൺസ് ആൻഡ് കോൺസ്. അപ്പോൾ ഈ എങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നോ ഇവിടെ ഒരു സ്റ്റഡിയും നടന്നിട്ടില്ല. അപ്പം ഇത്തരത്തിലുള്ള ഈ മൈക്രോവേവ് ചിപ്പുകൾ എങ്ങനെയാണ് ഇത് താങ്കൾക്ക് ഇങ്ങനെയുള്ളത് എവിടെയാണ് നിർമ്മിക്കുന്നത്? ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഡാർക്ക് വെബിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാനത് ഈ ഡാർക്ക് വെബൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് ഡിസ്കസ് ചെയ്ത് തന്നെ ഇങ്ങനെയുള്ള എല്ലാ മാൽ പ്രാക്ടീസും ഡാർക്ക് വെബിൽ നടക്കുമെന്നാണ്. എന്ത് ടൈപ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് താങ്കളൊരു വീഡിയോ എനിക്ക് കാണിച്ചു തന്നിരുന്നല്ലോ, ഒരു ഡോഗിൻ്റെ. അതെ, ഇറ്റ് ഈസ് സിമ്പിൾ ആസ് പ്രോസസ്. ഇതുപോലൊരു മൈക്രോ ചിപ്പ് ഇറ്റ് ഈസ് ടേക്കൺ ഒരു സിറിഞ്ച് പോലെ ഒരു ഡിവൈസിനകത്തായിരിക്കും. അത് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അറ്റ് ദ സെയിം മൊമെൻറ്റ് ഇറ്റ് ഈസ് ടേക്കിംഗ് പവർ ഫ്രം ദ സർഫസ് ഇറ്റ്സെൽഫ് ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ് പെർഫെക്റ്റ്ലി. അതായത് ടൈറ്റസ് പറയുന്നത് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഈ ഒരു ഡിവൈസ് കയറുമെന്നാണ് പറയുന്നത്. അകത്തോട്ടല്ല പോകുന്നത്, ഇറ്റ് ഇസ് എ സ്കിൻ ഇംപ്ലാന്റ്. അപ്പം നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നെ ആ ചിപ്പ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകും. ഇത് കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല. ഇത് സ്കാൻ ട്രഡീഷണൽ ഡിവൈസസ്, അതായത് MRI, CT സ്കാൻ, എക്സ്റേ, അതിനകത്തൊന്നും ഈ ന്യൂവർ ടൈപ്പ് ഓഫ് ചിപ്സ് കിട്ടത്തില്ല. അതായത് താങ്കൾ ഈ MRI ഒന്നും എടുത്തിട്ട് ഇതൊന്നും കാണുന്നില്ല എന്നാണ്? ഐ ഹാവ് ഗോട്ട് ഓൾ ദ MRI ആൻഡ് സ്കാൻ റിപ്പോർട്ട്, എവറിത്തിങ് ഐ ഹാവ് ഗോട്ട് വിത്ത് മീ. ബട്ട് ഞാൻ പിന്നെ ജർമ്മനിയിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെർമൽ ക്യാമറാസ് ഫ്രണ്ട്സ് വഴി ആക്സസ് ചെയ്തു. അതിനകത്താണ് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് വെച്ച് തെർമൽ ഇമേജസിനകത്താണ് അതിൻ്റെ വിഷ്വലൈസേഷൻ കിട്ടിയത്. അതാണ് അപ്പം നമുക്ക് കൂടുതൽ മറുനാട്ടിൽ നിന്ന് വന്ന ഡോക്യുമെൻറ്റ്സിനകത്ത് അത് ചെയ്തിട്ടുണ്ട്. ഇത് തലയുടെ ഏത് ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്? പുറവശത്തായിട്ടാണ്. ഈ മുടിയില്ലാത്ത ഭാഗത്താണ് അത് വെച്ചിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും തൊടുന്ന സമയത്ത് എന്തെങ്കിലും ഫീൽ ഉണ്ടോ? ചില സമയത്ത് മരവിപ്പ് വരാറുണ്ട്. അങ്ങനെയാണ് ആദ്യം എനിക്ക് തോന്നിയത്. ഈ മരവിപ്പൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അവിടെ ആയിരിക്കും എന്നുള്ള ഒരു അസംശം വന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇതുമൂലമുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതുമൂലമുണ്ടായ പ്രശ്നങ്ങൾ നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ഉറങ്ങുന്ന വലിയ ശബ്ദത്തിൽ ഹോൺ അടിക്കുന്നു, സൗണ്ട് ഉണ്ടാക്കുന്നു. കാരണം ഈ ചിപ്പ് ഇറ്റ് ഈസ് മാപ്ഡ് ടു ആൻ ആപ്പിലേക്ക് മാപ്പ് ചെയ്തിരിക്കണം. അപ്പം നമ്മളെ ട്രാക്ക് ചെയ്യുന്ന മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈവൻ ഈ ചിപ്പിൽ കൂടെ വോയിസ് വരെ പോകുന്നതാണ് ലേറ്റസ്റ്റ് ചിപ്പിൻ്റെ സ്റ്റഡീസിനകത്ത് പറയുന്നത്. അപ്പം ഈ ലേറ്റസ്റ്റ് ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ ന്യൂറോ ചിപ്സ് പറഞ്ഞേക്കുന്നത് ഇനി ഫോണൊന്നും നമുക്ക് ആവശ്യമില്ല, ഈവൻ ഫോണില്ലാതെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അവരുടെ ലേറ്റസ്റ്റ് ട്വീറ്റ് വന്നിരിക്കുന്നത്. അപ്പം
അപ്പം നമ്മളെ ട്രാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ദർ ഇസ് നോ പ്രൈവസി ഇൻ അവർ ലൈഫ്. അപ്പോൾ മുഴുവൻ കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റും. ശാസ്ത്രീയമായ രീതിയിലാണ് ടൈറ്റസ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം ഇലോൺ മസ്കിൻ്റെ കമ്പനിക്ക് പോലും അംഗീകാരം കൊടുത്തത് റീസെൻ്റ്ലിയാണ്. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽസൊക്കെ 20 ഇയേഴ്സ് ബാക്ക് സ്റ്റഡി ചെയ്തു. ചിലപ്പോൾ കുറേ റാൻഡം ആൾക്കാരെ അവർ സെലക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കാം. പിന്നെ എൻ്റെ കാര്യത്തിൽ ഇത്രയും ടോർച്ചറിങ് ഒക്കെ വന്നാൽ അതൊരു അംഗീകൃത ഏജൻസിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദർ വിൽ ബി സം സ്ട്രേഞ്ചേഴ്സ് who is involved in all these malpractices. ഏതെങ്കിലും ഡോക്ടറെ താങ്കൾ കണ്ടിരുന്നു? ഡോക്ടേഴ്സിനോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞത് CT സ്കാനത്തോ MRIക്കോ കിട്ടാത്തൊരു സാധനത്തിനെ പറ്റി ദേ ആർ യൂസിങ് ഔട്ട്ഡേറ്റഡ് ഡിവൈസസ്. ഇപ്പം ഇവിടെ ഉപയോഗിക്കുന്ന MRI സ്കാൻ പോലും 3 ടെസ്ല വരെ ഉള്ളൂ. ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന 18 ടെസ്ല വരെയുള്ള MRI മെഷീൻസ് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇനി ഇന്ത്യയിൽ ഇനിയും വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 5 years. അപ്പോൾ ഓൾ ദീസ് ഡിവൈസസ് ഹിയർ വി ആർ യൂസിങ് ആർ ഔട്ട്ഡേറ്റഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തു കൊണ്ടുവരാമെന്നുള്ള പറയുന്നതിൽ പ്രസക്തിയില്ല. ടൈറ്റസ്, എനിക്കൊരു സംശയം. ഈ ചിപ്പ് താങ്കളുടെ ശരീരത്തിൽ വെച്ചു, താങ്കളെ ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതോ താങ്കളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ് അത് 100% ഫുളിഷ്നെസ് ആണ്. ഈ ചിപ്പ് ഇംപ്ലാന്റ് ഉള്ളതുകൊണ്ട് നമ്മളെ ട്രാക്ക് ചെയ്യാം എന്നുള്ളതിന് ഉപരിയായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരു ഫോഴ്സിനും പറ്റത്തില്ല. കാരണം ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ കോൺഷ്യസ് മൈൻഡാണ്. ആ കോൺഷ്യസ് മൈൻഡിനെ ഇൻ്റർവീൻ ചെയ്യാൻ ഒരു ലോകത്ത് ഒരു ഫോഴ്സിനും സാധിക്കത്തില്ല. ബിക്കോസ് ബ്രെയിൻ ആൻഡ് മൈൻഡ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലംബ് ഓഫ് മീറ്റ്. ഇറ്റ് ഈസ് ഇൻ ദ ഫിസിക്കൽ ഫോം, ഇറ്റ്സ് ഇൻ ദ പാർട്ടിക്കൽ ഫോം. അപ്പം അതൊരു ഇറച്ചി കഷ്ണം മാത്രമാണ്. ബട്ട് ഇൻ ദ അതർ ഹാൻഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ലോക്കൽ. ഇറ്റ് ഈസ് വേവ് ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് കോസ്മിക് പ്രോപ്പർട്ടീസ്. ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഹാർഡ്വെയറും മൈൻഡ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറുമാണ്. അപ്പം ഇങ്ങനെയുള്ള നമ്മളെ ചിപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാം എന്നൊക്കെ പറയുന്നത് വെറും വിഡ്ഢിത്തമാണ്. നമ്മളെ മോണിറ്റർ ചെയ്യുന്നതിനപ്പുറം നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ദി ഡ്രഗ് മാഫിയ ആൻഡ് അതേഴ്സ് ഹാഡ് very specifically and in a coordinated fashion confused and conflated the term mind with the brain so that we can cure mental disorders by drugging the brain. World famous clinical psychologist Dr. Joseph Isaac from Tellam Kottayam ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സെല്ലറായ ഹീസ് എ ഗോൾഡ് മെഡലിസ്റ്റ് ഫ്രം നിംഹാൻസ്. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സെല്ലറായ കുറച്ച് ബുക്സ് ഉണ്ട്. ആ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ മൈൻഡും ഡിഫറൻറ്റും ഡിഫറൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണെന്നും ഇങ്ങനെയുള്ള ചിപ്പ് വെച്ചാലൊന്നും നമുക്ക് നമ്മുടെ കൺട്രോൾ ചെയ്യാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ലെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന പോലെ റേഡിയേഷൻ ഒക്കെ വിട്ട് മൈക്രോവേവ്സ് ഒന്നും വിട്ടിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പറ്റത്തില്ല. കാരണം ബ്രെയിനും മൈൻഡും രണ്ട് കഥാപാത്രങ്ങളാണ്. ബ്രെയിനിലാണ് ഇത് വെച്ചിരിക്കുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സെന്ന് പറയുന്നത് സർവ്വവ്യാപമാണ്, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചത്. ക്വാണ്ടം സൈക്കോളജിയും ക്വാണ്ടം ഫിസിക്സും എല്ലാം ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട് നേരത്തെ. മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ നോബൽ പ്രൈസ് വിന്നറാണ്. പുള്ളി 1964 ഈ കാര്യങ്ങളെല്ലാം നോബൽ പ്രൈസ് വിന്നറാണ്. അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടം ഫിസിക്സ് വഴി പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു ശക്തിക്കും അങ്ങനെ കീഴ്പ്പെടുത്താനേ പറ്റത്തില്ല. നമ്മുടെ മൈൻഡാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. അതിനകത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ ലോകത്തൊരു ശക്തിക്കും പറ്റത്തില്ല. ഈ പറയുന്നവരൊക്കെ മനസ്സിൻ്റെ തോന്നലുകളാണ്. ബാക്കിയെല്ലാം മനസ്സിൽ നമ്മൾ ആദ്യം മൂലം നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. ബാക്കിയല്ല ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. ഒരു ചികിത്സ എടുത്തു കഴിഞ്ഞാൽ മാറും. ചികിത്സ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇംപ്ലാന്റ് ചെയ്ത ആൾക്കാർക്ക് ആ ചിപ്പ് എടുത്തു കഴിഞ്ഞാൽ they will not face any problem. ഇങ്ങനെ തോന്നുമല്ലോ, ഇങ്ങനെ കൺട്രോൾ ഇങ്ങനെ തോന്നുന്നവർക്ക് they need counseling. കാരണം ഇങ്ങനൊരു മെഡിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൺലി ദ ഡ്രഗ് മാഫിയ ഈസ് ഗെറ്റിംഗ് ബെനിഫിറ്റഡ്. ഇത് മെഡിസിൻ എടുക്കുന്ന ആൾ ഈസ് ഗെറ്റിംഗ് കിൽഡ് ബൈ ടേക്കിംഗ് ഓൾ ദീസ് മെഡിസിൻസ്. ഹീസ് ഗെറ്റിംഗ് കിൽഡ്. യോഗ അതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെയാണ് കൗൺസിലിംഗ്. നമ്മുടെ പ്രധാനമന്ത്രി യോഗയുടെ ബ്രാൻഡ് അംബാസഡറാണ്. അങ്ങനെയുള്ള ആ റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെയാണ് ആവശ്യം ഇങ്ങനെയുള്ള തോന്നലുള്ള പേഷ്യൻസിന്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞ പോലെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ യോഗ ചെയ്യുക, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക, അതിനൊപ്പം തന്നെ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. പിന്നീട് ഒരു നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൊണ്ട് അവരെ പോയി കണ്ട് ഒരു കൗൺസിലിംഗ് എടുക്കുന്നതും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു കൗൺസിലിംഗ് എടുക്കുന്നതും നല്ലതായിരിക്കും. മനസ്സിന് നല്ല ആരോഗ്യം കിട്ടും. അതൊക്കെ അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം എന്നെ ഏകദേശം ഒരു 400-ലധികം ആൾക്കാരാണ് ഈ ഒരു വാർത്ത കണ്ടത്, റീനയുമായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിൻ്റെ തോന്നലുകളും ഇതിനകത്ത് ഉണ്ടാകാമോ?
മനസ്സിൻ്റെ തോന്നലുകൾ ഉണ്ടാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആദ്യമായിട്ട് ഇത് ഫേസ് ചെയ്യുന്നൊരു വ്യക്തി ഒരു ഇംപ്ലാന്റ് എൻ്റെ ശരീരത്തിൽ വന്നിട്ട് ഇങ്ങനെ ഫേസ് ചെയ്തോണ്ടേ ആദ്യം ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആകെ അങ്ങ് വെറീഡായി പോകും. വി ഗോട്ട് ടെൻസ്ഡ്. അപ്പം നമ്മൾ ഇപ്പം ആരോടെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ വല്ലതും നമ്മളിത് കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് ഇന്ന സിംറ്റംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് ദിസ് ടൈപ്പ് ഓഫ് ഡിസീസ് എന്ന് പറയും. അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ മൈ മദർ വാസ് എ നേഴ്സ്. അപ്പോൾ ഞാൻ അങ്ങനെ പേരൻസിനോട് ചോദിച്ചാൽ അതിൻ്റെ ഒന്നും പുറകിന് പോകണ്ട എന്നുള്ള ഒരു അഡ്വൈസ് കിട്ടിയോണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പം പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഗ്യാസ് സ്ട്രോക്കിംഗ് ഉണ്ടായാൽ തന്നെ ഞാൻ ഒഴിവാക്കിയിടുമായിരുന്നു. പിന്നെ 2020 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പല ഈ പ്രശ്നങ്ങൾ വർഷത്തോളം അനുഭവിച്ച് പല ജേർണൽസൊക്കെ വായിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ 2020 അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കേൾക്കുന്നൊരു ശബ്ദം നിങ്ങളും കേൾക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ റിയാലിറ്റി. അതിനുവേണ്ടിയാണ് അതെല്ലാം സൗണ്ട്സ് എല്ലാം റെക്കോർഡ് ചെയ്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് വരെ നമ്മൾ കംപ്ലയിൻറ്റ് റേസ് ചെയ്തത്. താങ്കളുടെ ഈ ഉള്ളിലുണ്ട് എന്ന് പറയുന്ന ചിപ്പ് താങ്കൾ പറയുന്നുണ്ട് എന്ന് അതിലേക്ക് കണക്ഷൻ കിട്ടാതിരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും. അതിനെ നമുക്ക് ആ ചിപ്പിനെ നമുക്ക് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് വി നീഡ് സം പ്രോഗ്രാമേഴ്സ് ഓർ സൈബർ എക്സ്പെർട്സ് ടു ഡു ദാറ്റ്. അതിനെ ഹാക്ക് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ടെക്നോളജി ഉണ്ട്. ഇറ്റ് ഈസ് ദെയർ. അപ്പോൾ അത് താങ്കൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്ക് അത്ര ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് കേപ്പബിൾ ടീം വർക്കിംഗ് വിത്ത് മീ. അങ്ങനത്തെ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന സൈബർ എക്സ്പെർട്സ് അതൊന്നും അത്രയും ആൾക്കാർ എൻ്റെ ഇല്ലായിരുന്നു. ഇനി ഇതിനകത്ത് എന്താണ് സൊല്യൂഷൻ കാണാൻ കഴിയുന്നത്? ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഞാൻ ഇന്ത്യൻ സിറ്റിസണാണ്. എൻ്റെ അടുത്ത് എന്തിന് ഈ ചിപ്പ് വെച്ചു എന്ന് ആൻസർ ചെയ്യേണ്ടത് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റുമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ സ്റ്റേറ്റ് പോലീസ് ചീഫിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഈവൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് വരെ കംപ്ലയിൻറ്റ് റേസ് ചെയ്തത്. അതിന് ആൻസർ ചെയ്യേണ്ടത് അവരാണ്. ടൈറ്റസ് പറയുന്ന കാര്യങ്ങൾ കുറച്ച് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ശാസ്ത്രീയമായ തെളിവുകളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അതൊക്കെ പരീക്ഷിച്ച് നോക്കിയാണ്. എന്നാലും ഇനി ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസാണ് ഇതിന് മറുപടി നൽകേണ്ടത്. ഇതിന് അടിയന്തരമായ ഒരു അന്വേഷണം നടത്തണം. ഇത് ഇദ്ദേഹത്തിൻ്റെ തോന്നലാണോ അതോ ഇദ്ദേഹം പറയുന്നത് സത്യമാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെയൊരു വാർത്ത പുറത്തുവിട്ടതിന് ശേഷം നിരവധി ആളുകളാണ് മറുനാടിനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒരു കാര്യമാണ്. അത്തരത്തിൽ ഈ സംഭവത്തെ പറ്റിയിട്ട് വിശദമായ ഒരു അന്വേഷണം നടത്തണം. ഇത് മാനസികമായ പ്രശ്നമാണോ അതോ ഇവർ പറയുന്ന പോലെ ആരെങ്കിലുമൊക്കെ ഈ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ ഇവളുടെ തലയിലേക്ക് ഈ ചിപ്പ് ഘടിപ്പിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്തായാലും ടൈറ്റസിൻ്റെ അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ അന്വേഷണം ഇനി ടൈറ്റസിനോട് ആയിരിക്കണം. അദ്ദേഹം നൽകുന്ന പരാതിയെ തുടർന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്നും കാര്യങ്ങൾ വിശദമായി കണ്ടെത്തി പഠിച്ച് ഇത് സത്യമാണോ അതോ കള്ളമാണോ, എന്താണ് ഇവരുടെ തോന്നലുകളാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. കൊച്ചിയിൽ നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.